പക്ഷെ അവരിപ്പോൾ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു, ഒന്നിലധികം കേസുകൾ, 10-12 കേസുകൾ. അതിലവർ പറഞ്ഞെന്ന് വെച്ചാൽ അവരുടെ പല ഭൂമികളും അവർ പോലും അറിയാതെ ക്രയവിക്രയത്തിന് വിധേയമായിരിക്കുന്നു. ഡിഫൻസിന്റെ ഭൂമി പോലും കാശ്മീരിൽ ഇതുപോലെ വ്യാപകമായിട്ട് ഭൂമാഫിയ പിടിച്ചെടുക്കുകയും വെക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അദാനി അല്ല ആ കമ്പനിയുടെ ഓണർ, അദാനി ഒരു ബിനാമിയാണ്. നമ്മളത് അത് നമ്മൾ ഓൺ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ യാഥാർത്ഥ്യമാണ് എന്ന നിലക്കല്ല പറയുന്നത്. അദാനി ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററുടെ ബിനാമിയാണ് എന്ന് പറയാൻ മാത്രമുള്ള ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് അദാനിക്ക് ചെയ്തു കൊടുക്കുന്നു എന്നതാണ്. മറ്റൊരു വിഷയത്തിലേക്ക് നാം വരുമ്പോൾ, മഹാരാഷ്ട്രയിലെ ധാരാവി എന്ന ഒരു പ്രദേശത്തെ റീഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഈ അടുത്ത് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു ചേരി പ്രദേശത്തിൻ്റെ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സംസ്ഥാന സർക്കാർ അദാനി റിയാലിറ്റി എന്ന് പറയുന്ന അദാനി ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമുമായി ചേർന്നുകൊണ്ടാണ് ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ ആ ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില നിബന്ധനകൾ, അഥവാ അവിടെ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആ ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് ശേഷം ആ നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നതടക്കമുള്ള ആശങ്കകൾ നിലനിൽക്കുകയാണ്. 2000-ന് മുൻപ് ആ ഒരു പ്രദേശത്ത് നിലനിൽക്കുന്ന കെട്ടിടങ്ങൾക്ക് മാത്രമേ പിന്നീട് വികസനത്തിന് ശേഷം അവിടെ പുനർനിർമ്മാണത്തിനും തിരിച്ചു വരാനുമൊക്കെ സാധ്യമാകൂ എന്നതടക്കമുള്ള നിബന്ധനകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു മറുവശത്ത് നമ്മൾ നോക്കുമ്പോൾ BJPയുടെ ഒരു രാഷ്ട്രീയ യോഗങ്ങളിലടക്കം ഗൗതം അദാനി അടക്കം പങ്കെടുക്കുന്നു എന്ന വാർത്തകളടക്കം പുറത്തു വരുന്നു. യഥാർത്ഥത്തിൽ ഈയൊരു രാഷ്ട്രീയ വ്യവസായികളുമായിട്ടുള്ള ബാന്ധവം നമ്മൾ നേർക്കുനേരെ പലപ്പോഴായി കാണുകയാണ്. ഏറ്റവും ഒടുവിൽ മുനമ്പത്തേക്ക് നാം വരുമ്പോൾ അടക്കം മുനമ്പത്ത് യഥാർത്ഥത്തിൽ പാവപ്പെട്ട ആളുകൾ പ്രയാസപ്പെടുന്നു എന്നതൊരു വസ്തുത തന്നെയാണ്. അതേസമയം മീഡിയകളിലടക്കം അവസാനമായി പുറത്തു വരുന്ന ചിത്രങ്ങളിൽ വലിയ റിസോർട്ടുകളുടെ ചിത്രങ്ങളടക്കം യഥാർത്ഥത്തിൽ വരുന്നു എന്നും വേണം നമ്മൾ കരുതാൻ. ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ബാന്ധവത്തെ നമ്മൾ നോക്കിക്കാണുന്നത്? ഇതൊരു വളരെ വിശാലമായ വിഷയമാണ്. നമ്മൾക്ക് ഇന്ത്യയുടെ ഒരു ചരിത്രമെടുത്താൽ തന്നെ ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് ഇൻസിഡൻസ് നമുക്ക് കാണാൻ പറ്റും. വളരെ ആസൂത്രിതമായിക്കൊണ്ട്, പ്രത്യേകിച്ചും ഈ ആദിവാസികളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ തൻ്റെ ഈ ഭൂമിയുടെ മുകൾ അവകാശം സ്ഥാപിക്കാൻ, നിയമപരമായി അവകാശം സ്ഥാപിക്കാൻ പറ്റാതിരുന്നവർ, ഇവരെയൊക്കെ ഇത്തരത്തിലുള്ള ഭൂമാഫിയ ഇരകളാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു തേരോട്ടത്തിൻ്റെ ഒരു ചരിത്രം. ഇപ്പോൾ നമ്മുടെ നിയമസഭയിൽ ഒരു 5-6 മാസം മുൻപാണെന്ന് തോന്നുന്നു, നഞ്ചിയമ്മ, അട്ടപ്പാടിയിലുള്ള നഞ്ചിയമ്മ തൻ്റെ 4-5 ഏക്കറ ഒരാൾ തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് അവർ ഒരു കേസ് ചെയ്യുകയും അത് നിയമസഭയിൽ വരെ ഉന്നയിക്കപ്പെട്ടു. സ്വാഭാവികമായി നിയമസഭയിൽ ഉന്നയിക്കപ്പെടുന്നത് വലിയ വാർത്തയായി. അപ്പോൾ ഈ വാർത്തയായി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ പിറകിൽ യഥാർത്ഥത്തിൽ ഇവരുടെ ഭൂമി ആരാണ് തട്ടിയെടുത്തതെന്നുള്ള ഇത് വരുന്നത്. ആ അന്വേഷണം മാധ്യമത്തിൻ്റെ ലേഖകനായിരുന്ന ഒരു ഡോക്ടർ സുനിൽ എന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു അന്വേഷണം നടത്തി. അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ ഒരു ജോസഫ് കുര്യൻ എന്നൊരു കക്ഷിയുടെ അടുത്തേക്ക് എത്തി. മാത്രമല്ല അപ്പോഴാണ് ഈ ചന്ദ്രമോഹൻ എന്ന് പറയുന്ന മറ്റൊരു ആദിവാസി, അദ്ദേഹത്തിൻ്റെ 12 ഏക്കർ ഇതേ വ്യക്തി തട്ടിയെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വാർത്തയാക്കുകയും ഈ വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് പ്രസിദ്ധീകരിച്ചതിന് തന്നെതിരെ തനിക്ക് മാനഹാനി സംഭവിച്ചു എന്ന രീതിയിൽ ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നു. അഗളിയിലെ പോലീസ് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നു. ഇദ്ദേഹത്തിനെതിരെ മാത്രമല്ല, ഈ വാർത്ത തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അപ്ലോഡ് ചെയ്ത ഈ റെഡ് ഫ്ലാഗിൻ്റെ ഒരു നേതാവ് സുകുമാരൻ, അദ്ദേഹത്തെ 2ാം പ്രതിയും ആക്കുന്നു. അപ്പോൾ ഇത് ഇത്ര ക്യുക്കായിട്ടൊരു ആക്ഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു ദീർഘകാലമായിട്ട് അട്ടപ്പാടിയിൽ നടന്ന ശരിക്കുള്ളൊരു സാമ്പിളാണെന്നർത്ഥം. 951 നടക്കുന്ന സർവേയിൽ 90.37% ആദിവാസികളാണ് അവിടെ ഉള്ളത്. ഒരു 10
30 വർഷം കഴിയുമ്പോഴേക്ക് ആദിവാസികളുടെ എണ്ണം 40% കുറയുന്നു. അപ്പോൾ ഈ ആദിവാസികളാണെന്ന് മാത്രമല്ല, അന്നത്തെ ഭൂമി എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? കാട് അവരുടേതാണ്, ഭൂമി അവരുടേതായിരുന്നു. എന്നാൽ 1964 65 ഈ ലാൻഡിൻ്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് ഒരു സർവേ നടന്നു. അതിലൂടെ മിക്കവാറും എന്ത് ചെയ്തു? ഇവരുടെ ഭൂമിയുടെ മുകളിലുള്ള അവകാശത്തിൻ്റെ പകുതി മുക്കാലും അവർക്ക് നഷ്ടപ്പെട്ടു. അതായത് സർക്കാർ തന്നെ വളരെ ആസൂത്രിതമായിട്ട് ഇവരിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്തു എന്നാണ് നമ്മൾ കരുതേണ്ടത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 66-70 ഒരു പഠനത്തിൽ പറയുന്നത് വെച്ചാൽ ഒരു 546ഓളം കുടുംബങ്ങൾക്ക് മാത്രം 10,000 ഏക്കർ ഭൂമി എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു എന്നാണ്. 10,000 ഏക്കർ ഭൂമി വെച്ചാൽ അവരെ സംബന്ധിച്ചോളം അത് പിന്നെ കാടായിരിക്കാം, ഇത് അവരുടെ കയ്യിലുള്ള ഭൂമി, ഇത്രയേ ഉള്ളൂ. പക്ഷേ ആ ഭൂമി അത്രയും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ആദ്യമായിട്ട് ഈ തമിഴ് ഗൗണ്ടർമാരെന്ന് പറയുന്നവരാണ് അവിടേക്ക് വരുന്നത്. അവരെന്ത് ചെയ്യുന്നു? ഈ ഭൂമി വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കുന്നു. മാത്രമല്ല ഈ പാവങ്ങളെ സംബന്ധിച്ചോളം അവർക്കെന്ന ആവശ്യം കുറച്ച് പുകയിലയോ കുറച്ച് വീഡിയോ ഒക്കെ ഉള്ളൂ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? എന്തിലും ഒപ്പിട്ട് കൊടുക്കും. ശരിക്കും അത് ക്രയവിക്രയം ചെയ്യാൻ പാടില്ലാത്ത ഭൂമി പോലുമാണ്. അത് ഈ പറഞ്ഞ പോലെ തട്ടിയെടുക്കുകയും അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾക്ക് കാണാം ആദിവാസികൾ ഭൂമിയില്ലാതെ വീണ്ടും അവരുടെ അളകളിലും ചാളകളിലുമൊക്കെ ആയിട്ട് താമസിക്കുന്നവരാണ്. വളരെ വൃത്തിയോടെ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചിരുന്ന കുറേ ഗോത്രവർഗ്ഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ ഗോത്രവർഗ്ഗങ്ങൾ പോലും ഇന്ന് പൂർണ്ണമായിട്ടും സൈഡ് ലൈൻ ചെയ്യപ്പെട്ട് സാമ്പത്തികമായി തകർക്കപ്പെടുകയാണ് ചെയ്തത്. കാടിലുള്ള അവരുടെ അവകാശവും പിടിച്ചെടുത്തു. അവർക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതേനോ മറ്റേതൊന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഇതിങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാശ്മീരിൽ ഇപ്പോൾ സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നു. കാശ്മീരിനെ വിഭജിച്ചു, നിയമം കൊണ്ടുവന്നു, അവിടെ മറ്റുള്ളവർക്കും ഭൂമി വാങ്ങാനുള്ള അവകാശം കൊടുത്തു. യഥാർത്ഥത്തിൽ അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചുള്ള ചില പഠനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരു ശ്രീനഗറിലുള്ളൊരു മഹാവീർജി ടെമ്പിൾ എന്ന് പറയുന്ന, അതായത് ജൈന വിഭാഗങ്ങളുടെ ടെമ്പിളാണ്. ഈ ടെമ്പിളിന് മാത്രം 10,000 കോടി രൂപയുടെ ആസ്തി അവിടെ ഉണ്ടെന്നാണ്. പക്ഷെ അവരിപ്പോൾ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു. ഒന്നിലധികം കേസുകൾ, 10-12 കേസുകൾ ചെയ്തിട്ടുണ്ട്. അതിലവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ പല ഭൂമികളും അവർ പോലും അറിയാതെ ക്രയവിക്രയത്തിന് വിധേയമായിരിക്കുന്നു. ഡിഫൻസിൻ്റെ ഭൂമി, അതിന് വേറെ കണക്ക് വരുന്നുണ്ട് വെച്ചാൽ ഡിഫൻസിൻ്റെ ഭൂമി പോലും കാശ്മീരിൽ ഇതുപോലെ പിന്നെ വ്യാപകമായിട്ട്, കാരണം അവിടെ ഡിഫൻസിന് ഒരുപാട് ഹെഡ് ക്വാർട്ടേഴ്സും സെൻറ്റേഴ്സും ഒക്കെ ഉള്ളതാണ്. അതിൻ്റെ ഭൂമികൾ വരെ ഇതുപോലെ ഭൂമാഫിയ പിടിച്ചെടുക്കുകയും വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കി നമുക്കറിയാം ഇതൊന്നും കേവലം ഒരു ഭൂമാഫിയ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന് ചെയ്യാൻ പറ്റുന്നതല്ല. കൃത്യമായിട്ടതിന് വില്ലേജിൽ അല്ലെങ്കിൽ ആരാണോ ഈ ലാൻഡിൻ്റെ സർവേ നടത്തുകയും രേഖകൾ സൂക്ഷിക്കുകയും ചെയ്യുന്നത് അവരിൽ സ്വാധീനം വേണം, പിന്തുണ വേണം, പോലീസിൻ്റെ പിന്തുണ വേണം. ഇത് നിയമപരമായ എല്ലാ സുരക്ഷയും അവർക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടിക്കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ. ഇപ്പോൾ നേരത്തെ നിങ്ങൾ അദാനിയെക്കുറിച്ച് പറഞ്ഞു. അദാനിക്ക് ഇതേപോലെ ഛത്തീസ്ഗഡിൽ ഉള്ള കൽക്കരി ഖനികൾ ഇത് സർക്കാർ എഴുതി കൊടുത്തു. അതവിടെ ഈ നമ്മുടെ ഹരിത ട്രിബ്യൂണലിൻ്റെ ഓർഡർ എതിരായിരുന്നു. എന്നിട്ട് പോലും 10,000-70,000 മറ്റുമാണ് ഏക്കറ വരുന്ന സ്ഥലം ഈ പറഞ്ഞ പോലെ വിട്ടുകൊടുക്കുന്നത്. ഇപ്പോൾ ഈ ധാരാവിയിൽ തന്നെ ആലോചിച്ച് നോക്കൂ, 20,000 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം എത്രയോ 248 എത്ര ഏക്കറയാണ് സ്ഥലമാണ് ആദ്യം പറയുന്നത്. പിന്നെ അത് 500 ചില്ലാനമായി. പക്ഷേ അത് കഴിഞ്ഞ് അത്രയും സ്ഥലം കൊണ്ട് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും 1048 ഏക്കർ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അത് അനുവദിക്കാൻ സർക്കാർ തയ്യാറാകുന്നു. എന്നിട്ടോ ഇതിനകത്ത് 80% ഹോൾഡിങ് ഈ അദാനിയുടെ കമ്പനിക്കാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെയുടെ ഒരു പ്രവിശാലമായൊരു പ്രദേശത്തെ അദാനിക്ക് എഴുതി കൊടുക്കുന്നതിന് തുല്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചേരി പ്രദേശമാണിത്. ചേരി പ്രദേശമായിട്ട് സർക്കാർ തന്നെ അംഗീകരിച്ച ഒരു സ്ഥലമാണ്. ഇതിൻ്റെ വലിയ പ്രത്യേകത മനസ്സിലാക്കണം. അവിടെ പോയവർക്കറിയാം. നമ്മുടെ കൂടെ അതിൻ്റെ ഗല്ലികളിലൂടെ നടന്നിട്ട് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പ്രൊഡക്ഷൻ ഹബ്ബാണത്. ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരം വസ്തുക്കളും ഉണ്ടാക്കാനുള്ള കഴിവുള്ള, നമ്മളുടെ വലിയ ഭാഷയിലൊക്കെ പറഞ്ഞാൽ നൈപുണ്യമുള്ള ആളുകളാണ്.
അവരവിടെ കുടിൽ വ്യവസായങ്ങളിലൂടെ ഇന്ത്യയുടെ മേക്ക് ഇന്ത്യ ഇതുണ്ടല്ലോ അതിൻ്റെ യഥാർത്ഥ മുഖം നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലമാണ് ധാരാവി എന്ന് പറയുന്നത്. ഈ പ്രദേശത്തെ ആളുകൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനം എന്താണ്? 350 സ്ക്വയർ ഫീറ്റ് അവർക്ക് തിരിച്ചു കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ അവരെ പൂർണ്ണമായി ഔട്ട്കാസ്റ്റ് ചെയ്യുന്ന, ഇനി മാത്രമല്ല എവിടെ റീഹാബിലിറ്റേറ്റ് ചെയ്യും എന്ന വിഷയത്തിലൊന്നും പ്രത്യേകിച്ച് അവർക്ക് യാതൊരു ഉറപ്പും കിട്ടുന്നില്ല. അപ്പോൾ സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു മാഫിയ സംഘം എന്ന രൂപത്തിൽ തന്നെയാണ് അവിടെ ഇത് പറയുന്നത്. ബീഹാറിലിപ്പോൾ ഈ വർഷം സർക്കാർ ഒരു ലാൻഡ് സർവേക്ക് തുടക്കട്ടു. അപ്പോൾ ലാൻഡ് സർവേക്ക് തുടക്കട്ടപ്പോൾ എന്താ വെച്ചാൽ ഈ ഭൂമിയുടെ ക്രയവിക്രയങ്ങളൊക്കെ എന്ത് ചെയ്തു ഒന്ന് തടഞ്ഞു. അപ്പോൾ കുറച്ച് പ്രശ്നമായി. പക്ഷേ ബീഹാർ സർക്കാർ തന്നെ പറയുന്നത് സർക്കാരിൻ്റെ 52,000 ഹെക്ടർ ഭൂമി അന്യാധീനപ്പെട്ടിട്ടുണ്ട്. അത് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് സർവേ നടക്കുന്നതാണ്. അപ്പോൾ സർക്കാരിൻ്റെ കയ്യിലുള്ള ഭൂമി ഈ രീതിയിൽ എന്താണ് ആർക്കും പിടിച്ചെടുക്കാവുന്നതാണ്. യു പിയിൽ ഭീമമായ ഒരു നിലയ്ക്ക് ഉള്ളുണ്ട്. പക്ഷെ അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ മുസ്ലിങ്ങളുടെ മാത്രം മുസ്ലിം ഇത്തരത്തിലെ ഭൂമാഫിയൊക്കെ അവിടെ ഉണ്ട്. ഒരു വ്യക്തി എന്താണ് അദ്ദേഹത്തിൻ്റെ പേരൊരു ഡോക്ടർ നിസാർ, അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയും 100ഓളം കോടി രൂപയുടെ അസറ്റുകൾ അദ്ദേഹം ഇങ്ങനെ കൈവശപ്പെടുത്തി തിരിച്ചു പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും വലിയ ഭൂമാഫിയകൾ എത്രയോ നമുക്കറിയാം. കുറേ ഇത്തരത്തിലുള്ള ഈ കേസുകൾ വന്നിട്ടുണ്ട്. അതായത് ഈ ഫ്ലാറ്റുകൾ കിട്ടുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് യു പിയിലുണ്ട്. മിലിറ്ററികളിൽ ഇന്ത്യയെ സംബന്ധിച്ചോളം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ലാൻഡ് ഉള്ളത് മിലിറ്ററിക്കാണ്. 17 ലക്ഷം ഹെക്ടറോ മറ്റോ ഉണ്ട്. ഇതിൽ 13.5 ലക്ഷം ഹെക്ടറും കയ്യിലുള്ളത് നമ്മളുടെ മിലിറ്ററിക്കാണ്. മറ്റേത് മൊത്തത്തിലുള്ള ഡിഫൻസ് ഇതിനുള്ളതാണ്. ഇതിൽ തന്നെ 10,354 ഏക്കർ ഭൂമി ഡിഫൻസിന് മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഔദ്യോഗിക കണക്കായിട്ടാണ് എന്താണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭൂമി എങ്ങനെ നഷ്ടപ്പെട്ടു വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ കൂടി ഒത്താശയോടെ എന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 2-4 ദിവസം മുമ്പാണ് ഈ നമ്മുടെ ഇന്ത്യ ടുഡേ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനകത്തവർ പറയുന്നുണ്ട് ഈ ജഹാസ് ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു മിലിറ്ററി കോമ്പൗണ്ട് 15 ഏക്കർ വരുന്ന ഇത് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഉള്ളൊരു പരാതി കോടതിയിൽ എന്ത് ചെയ്തു എത്തി. അപ്പോൾ കോടതി മിലിറ്ററിയെ വിളിച്ച് ശാസിക്കുകയാണ് ചെയ്തത്. അതായത് പിന്നെ തീക്കനലിൻ്റെ മുകളിൽ ഉറുമ്പരിക്കുക എന്ന് പറയുന്ന പോലെയാണല്ലോ. അവരുടെ പ്രോപ്പർട്ടി പോലും പിടിച്ചെടുക്കാൻ ആർക്കും പറ്റുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി രസം എന്താ വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മിലിറ്ററിയുടെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടുള്ള യു പിയിലാണ്. 1799 ഏക്കർ, 2000ഓളം ഏക്കർ അവിടെയാണ്. പിന്നെ ഉള്ളത് BJP തന്നെ ഭരിക്കുന്ന മധ്യപ്രദേശിലാണ് 1758, പിന്നെ മഹാരാഷ്ട്രയിലാണ് 1031, വെസ്റ്റ് ബംഗാൾ, അങ്ങനെ ഇത് ചെയ്യുന്നു. എന്തിന് ഡൽഹിയിൽ പോലും 150 ഏക്കറിലധികം ഡിഫൻസിൻ്റെ ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ മാഫിയയുടെ ഒരു ശക്തി നമ്മൾ മനസ്സിലാക്കണം. എത്രമാത്രം വ്യാപകമായ രീതിയിലാണ് ഈ മാഫിയ വർക്ക് ചെയ്യുന്നത്. ഇത് വെറും ഒരു ഭൂമാഫിയയല്ല, മറിച്ച് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഇതിൻ്റെ നിയമപരമായ സുരക്ഷ ഒരുക്കേണ്ടവരെല്ലാം ചേർന്നുകൊണ്ട് നടക്കുന്ന ഒന്നാണ്. ഈ 2018 BJPയുടെ ഉള്ള നിർമ്മൽ സിംഗ് അദ്ദേഹത്തിൻ്റെ ഒരു 12 ഏക്കർ ജമ്മുവിൽ ഡിഫൻസിൻ്റെ ഭൂമി അദ്ദേഹം വിറ്റു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് വന്നു. അപ്പോൾ ആ ഭൂമിക്ക് വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അത് എന്നൊരു പ്രൈം ലൊക്കേഷനാണ്. മാത്രമല്ല ഇപ്പോൾ ഡിഫൻസിൻ്റെ എന്തെങ്കിലും ഒരു ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ ഉള്ള അതിൻ്റെ അടുത്ത് ഒരു 200 മുതൽ 500 മീറ്റർ വരെ യാതൊന്നും പാടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വലിയ കെട്ടിടങ്ങളും പറ്റില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു, ആ സ്ഥലത്ത് ഈ വലിയ സൗധങ്ങൾ ഉയർന്നു വന്നു. അതിപ്പോഴും കേസായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മളൊക്കെ കരുതും ഇവിടുത്തെ രാജ്യസുരക്ഷയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി ആരാണ്? മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ തീവ്രവാദികളാണ് എന്നൊക്കെയാണ്. പക്ഷേ ഈ മിലിറ്ററി ഈ ഡിഫൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വേണമെങ്കിൽ ഒരു ബോംബെറിയാൻ മാത്രം പാകത്തിലുള്ള വലിയ സംവിധാനങ്ങളെ ഉണ്ടാക്കാനുള്ള അനുവാദമുണ്ടാക്കി കൊടുക്കുന്നത് ഇത്തരത്തിലാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ മുനമ്പത്തേക്ക് നമ്മൾ വരുമ്പോഴും നമ്മൾ കാണുന്നത് തന്നെയാണ് ഇവിടെ പാവപ്പെട്ട ചില ആളുകൾ വഞ്ചിക്കപ്പെട്ടത് നമ്മൾ അറിയുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായും അവിടെ ഒരു ഭൂമാഫിയ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്.
കാരണം റിസോർട്ടിനെതിരെയാണ് ആദ്യത്തെ നോട്ടീസ് പോയിട്ടുള്ളത്. പക്ഷേ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും സമുന്നതരായ നേതാക്കളെല്ലാം പറയുന്നത് അവിടെ ആരെയും ഒഴിപ്പിക്കില്ല എന്നാണ്. ആരെയും ഒഴിപ്പിക്കില്ല. നമ്മൾക്ക് കേൾക്കേണ്ട വാദവും അല്ലെങ്കിൽ കേരളത്തിന് കേൾക്കേണ്ട വാചകം അതല്ലല്ലോ. അവിടെ ആ വാചകത്തിൽ എന്തുണ്ട്? ഇവരാരും തന്നെ ഈ പാവങ്ങളുടെ ഒപ്പം നിൽക്കുകയല്ല. കാരണം ഇത് വേർതിരിച്ചില്ലെങ്കിൽ ഇതൊരിക്കലും അവസാനിക്കില്ല, നിയമപ്രശ്നം അവസാനിക്കില്ല. കാരണം ഇത് വഖഫ് ഭൂമിയാണ് എന്നുള്ളൊരു ഭാഗത്ത് സ്ഥാപിക്കപ്പെട്ടത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഓണർഷിപ്പിന് വേണ്ടിയിട്ട് ആർക്കാണോ അതുള്ളത് അവർ ക്ലെയിം ചെയ്യും. കാരണം അവർക്കിപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ട് മാത്രം മുഴുവൻ ഭൂമിയും വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, അത് സ്വാഭാവികമായിട്ടും മറ്റെല്ലാ ഭൂമികളുടെ മുകളിലുമുള്ള ക്ലെയിം നഷ്ടപ്പെടാനൊക്കെ കാരണമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിക്കുന്നതും കേരളത്തിൽ നടക്കുന്നതും ഇതേ തരത്തിലുള്ള ചില ഭൂമാഫിയകൾ രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ സ്വാധീനിച്ചുകൊണ്ട് ഉള്ള ഒരു ചെറിയ തട്ടിപ്പ് സംഘമുണ്ട്. അതിനകത്ത് നമ്മളെന്താണ് കേരളീയർ വീണു പോകരുത് എന്ന് തന്നെയാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും വ്യവസായികളും തമ്മിലുള്ള ബാന്ധവം നമ്മൾ എടുക്കുമ്പോൾ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതിൽ ആർക്കാണ് ലാഭം എന്നത് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതിലിപ്പോൾ ഈ ധാരാവിയിലെ കേസ് എനിക്ക് തോന്നുന്നത് ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കുന്ന ശിവസേന ആണെന്ന് തോന്നുന്നു ഇപ്പോൾ കേസ് ഉയർത്തിക്കൊണ്ടുവന്നത്. ഇത് എപ്പോഴും ഈ ഭരണകൂടവും വ്യവസായികളും തമ്മിൽ നല്ലൊരു സിങ്ക് ഉണ്ടാവും, ഒരു ലിങ്ക് ഉണ്ടാവും. അത് എല്ലാം നെഗറ്റീവാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു വളർച്ച എടുത്ത് പരിശോധിക്കുമ്പോൾ, വ്യാവസായികമായ വളർച്ച എടുക്കുമ്പോൾ ഒരുപാട് വ്യവസായികൾക്ക് വലിയ റോളുണ്ട്. അവരെങ്ങനെ വളർന്നു വരാൻ, രാജ്യത്ത് വ്യവസായം വളരാനും അത് തൊഴിലുണ്ടാകാനും ഒക്കെ ഗവൺമെൻറ് പലതരത്തിലുള്ള സബ്സിഡികളും ആനുകൂല്യങ്ങളും ഒക്കെ കൊടുത്ത് നൽകി പ്രഖ്യാപിച്ച് ഇവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു രീതി സ്വീകരിക്കാറുണ്ട്. അത് രാജ്യത്തിന് നന്മയാണ്. തീർച്ചയായും. പക്ഷേ ഒരു ഭാഗത്ത് വ്യവസായികൾ മാത്രം വളരുകയും രാജ്യം തകർന്നു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകുന്ന രൂപത്തിലേക്കുള്ള ബന്ധം വ്യവസായികളും ഭരണകൂടവും രാഷ്ട്രീയക്കാരും തമ്മിൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു 3-4 വർഷം മുമ്പാണ് ചില ഫ്രൂട്ടുകളുടെ, എനിക്കൊന്ന് ആപ്പിളും അങ്ങനത്തെ ഏതോ ചില ഫ്രൂട്ടുകളുടെ ഇറക്കുമതി കുറച്ച് സമയത്തേക്ക് ഇന്ത്യ ഗവൺമെൻറ് നിർത്തിവെച്ചു. അപ്പോൾ ഞാൻ ആ മേഖലയിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന, അതിനെക്കുറിച്ചൊക്കെ നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളോട് ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദാനിക്ക് ഉത്തരേന്ത്യയിലെ ഏതോ ഒരു സ്ഥലത്ത് 100 കണക്കിന് കണ്ടെയ്നറുകൾ നിർത്തിയിടാവുന്ന വലിയൊരു കോൾഡ് സ്റ്റോറേജ് ഉണ്ട്. എനിക്ക് റെഫറൻസ് ആ വ്യക്തിയെ പറയാൻ കഴിയുള്ളൂ. വലിയൊരു കോൾഡ് സ്റ്റോറേജ് ഉണ്ട്. അതിൽ അദ്ദേഹം ഈ ഐറ്റം ഫ്രൂട്ട്സ് വ്യാപകമായി കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൂട്ട്സിൻ്റെ ഇമ്പോർട്ടിങ് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ കോൾഡ് സ്റ്റോറേജിൽ നിന്ന് അവർ വിചാരിക്കുന്ന, അവർക്ക് തോന്നുന്ന വില ഡിമാൻഡ് കൂട്ടി സാധനം പുറത്തേക്ക് കൊടുക്കാൻ സാധിക്കും. ഈ നിലക്കുള്ള ഒരു ബന്ധം വ്യവസായികളും ഭരണകൂടവും ഉണ്ടായാൽ അതിൻ്റെ നഷ്ടം അനുഭവിക്കുന്നത് രാജ്യത്തെ സാധാരണ പൊതുജനങ്ങളായിരിക്കും, സാധാരണ പൗരന്മാരായിരിക്കും. രാജ്യത്തിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന ഗാന്ധി വചനം സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ ഓരോ മനുഷ്യൻ്റെയും, സാധാരണക്കാരായ ഓരോ മനുഷ്യൻ്റെയും വളർച്ച ഉണ്ടാകുമ്പോഴാണ് രാജ്യം വളരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ മുമ്പായി അരവിന്ദ് കെജ്രിവാളിൻ്റെ വളരെ വിവാദം എന്ന് പറഞ്ഞുകൂടാ, ഒരുപക്ഷെ ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന അദ്ദേഹത്തിൻ്റെ ചില വാർത്താ സമ്മേളനങ്ങളും പരാമർശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ കെജ്രിവാളാണ് പറഞ്ഞത് ഓർക്കുന്നത്, ഇവിടെ യഥാർത്ഥത്തിൽ അദാനി അല്ല ആ കമ്പനിയുടെ ഓണർ, അദാനി ഒരു ബിനാമിയാണ്. അത് നമ്മൾ ഓൺ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതങ്ങനെ യാഥാർത്ഥ്യമാണ് എന്ന നിലയ്ക്കല്ല പറയുന്നത്. അദാനി ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററുടെ ബിനാമിയാണ് എന്ന് പറയാൻ മാത്രമുള്ള ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് അദാനിക്ക് ചെയ്തു കൊടുക്കുന്നു എന്നതാണ്. അത്രയധികം ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. 58,000 കുടുംബങ്ങളുള്ള വിശാലമായ ഒരു ഇന്ത്യയിൽ, എനിക്ക് തോന്നുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചേരിയാണ് ധാരാവി. അവിടെ പുതിയ ഒരു വ്യാവസായിക പ്രൊജക്റ്റ് വരുമ്പോൾ അവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന 58,000 കുടുംബങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ
പുരോഗതിയെ, അവരുടെ സുരക്ഷിതത്വത്തെ, അവരുടെ ഉപജീവനത്തെ, അവരുടെ മറ്റു എല്ലാ നിലക്കുമുള്ള വളർച്ചകളെ കാണാത്ത ഒരു പ്രൊജക്റ്റാണ് അവിടെ വരുന്നതെങ്കിൽ അത് മുംബൈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് ഒരു വികസനമാണ് എന്ന് പറയാൻ ഒരിക്കലും സാധിക്കുകയില്ല. മറിച്ച് വ്യവസായം ഇവിടെ വളരുന്നതോടൊപ്പം അതിൻ്റെ ആനുകൂല്യം ഈ രാജ്യത്തിനുണ്ടാകണം. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് അദാനി വളരുന്നു, ഇന്ത്യ രാജ്യം ഓരോ ദിവസവും. ഇപ്പോൾ ഇന്ന് ഒരു കാർട്ടൂൺ പത്രത്തിൽ കണ്ടു, 1 രൂപ കോയിൻ്റെ മുന്നിൽ കുമ്പിട്ട് തലകുനിച്ച് കൈകൂപ്പി നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ ചിത്രം. ഡോളറിനെ അപേക്ഷിച്ച് രൂപയുടെ മൂല്യം ഇടിഞ്ഞ് അതിൻ്റെ പരമാവധിയിലേക്ക് എത്തി നിൽക്കുകയാണ്. അഥവാ രാജ്യം തകർച്ചയിലാണ്, അദാനിയും അംബാനിമാരും വളർച്ചയുടെ ഉയരങ്ങളിലെത്തി നിൽക്കുകയാണ്. ഇവിടെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതം വളരെ പ്രയാസകരമാണ്, തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. അതോടൊപ്പം വിജയ് മല്യ ആയിരക്കണക്കിന് കോടി കൊണ്ട് രാജ്യം വിട്ടുപോകുന്നു. ലളിത് മോഡി ആയിരക്കണക്കിന് കോടി വായ്പ എടുത്ത് തിരിച്ചടക്കാതെ രാജ്യം വിട്ടുപോകുന്നു. വ്യവസായികൾ അവരുടെ ലക്ഷങ്ങളോ ദശലക്ഷങ്ങളോ അല്ല, ആയിരക്കണക്കിന് കോടി, 8,000 കോടി 10,000 കോടി എന്നൊക്കെ പറയാവുന്ന ഒരു സ്റ്റേറ്റ് ബജറ്റിൻ്റെ ഒരു ചെറിയ നല്ലൊരു പേഴ്സൻറ്റേജ് എന്ന് പറയാവുന്ന അത്രയും വലിയ എമൗണ്ട് കൊണ്ടാണ് ഈ ആളുകളൊക്കെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം ഈ രാജ്യത്തിന് നഷ്ടമുണ്ടാക്കും. ഇതിനെ നമുക്ക് വ്യവസായമായിട്ടോ വ്യാവസായിക വളർച്ചയ്ക്ക് വേണ്ടിയുള്ള സർക്കാരിൻ്റെ ഇടപെടലായിട്ടോ ഒന്നും പറയാൻ കഴിയില്ല. ആ നഷ്ടം രാജ്യത്തിനും ജനങ്ങൾക്കുമായിരിക്കും.